ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു JhillMill. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡ്രീം ക്യാച്ചറിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. ഈ ഡ്രീം ക്യാച്ചറിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഔൾ ഷേപ്ഡ് ഡ്രീം ക്യാച്ചറാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മളിവിടെ 2 റിങ് എടുത്തിട്ടുണ്ട്. റിങ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ 2 ചെറിയ വളകളാണ് എടുത്തിരിക്കുന്നത്. സെയിം സൈസ് തന്നെ വേണം. അതിലേക്ക് ഞാനൊരു കട്ടിയുള്ള നൂല് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത്തിരി ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചതിന് ശേഷം വേണം ഈ നൂല് ഇതിലേക്ക് ചുറ്റി കൊടുക്കാൻ. കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഫുള്ളായിട്ട് ഈ നൂല് ചുറ്റിയതിന് ശേഷം വീണ്ടും ഗ്ലൂഗൺ യൂസ് ചെയ്ത് തന്നെ ആ നൂലിൻ്റെ അറ്റം ഈ ബാങ്കിളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ തന്നെ സെയിം രീതിയിൽ തന്നെ നെക്സ്റ്റ് ബാങ്കിളും നമ്മൾ സെയിം കളർ നൂല് വെച്ച് ചുറ്റിയെടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എംബ്രോയ്ഡറി ത്രെഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിങ്ക് കളറാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കളേഴ്സൊക്കെ ചൂസ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഈ റിങ്ങിൽ നമ്മൾ ഡ്രീം ക്യാച്ചേഴ്സിൻ്റെ തന്നെ വളരെ ബേസിക്കായിട്ടും കോമൺ ആയിട്ടും കണ്ടുവരുന്ന നെയ്ത്താണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഡ്രീം ക്യാച്ചേഴ്സ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറയുന്ന വീഡിയോയിൽ ചെയ്തിരിക്കുന്ന സെയിം സ്റ്റെപ്സ് തന്നെയാണ് ഞാൻ ഇതിലും ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റും എങ്ങനെയാണ് ഈ നെയ്ത്ത് ചെയ്തെടുക്കുന്നതെന്ന്. ഇപ്പം ചെറിയ റിങ്ങിൽ ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ വർക്ക്സൊക്കെ അത്ര ക്ലിയർ ആവണം എന്നില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് റെഫർ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നൂല് നമ്മളൊരു സൂചിയിലേക്ക് കോർത്തതിന് ശേഷമാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട് ഇത് നെയ്തെടുക്കാൻ. അങ്ങനെ നമ്മൾ ഓരോ ലെയറും നെയ്ത് നമ്മൾ ഓൾമോസ്റ്റ് സെൻറ്റർ വരെ എത്തിക്കണം. ഇനി സെൻറ്ററിൽ നമ്മളിവിടെ ഒരു ബ്ലാക്ക് ബീഡാണ് കോർത്ത് കൊടുക്കാൻ പോകുന്നത്. ആക്ച്വലി നമുക്കിവിടെ ഒരു ഔളിൻ്റെ ഐ പോലെ തോന്നണം. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ബ്ലാക്ക് ചൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് റിങ്ങിൻ്റെ വർക്ക്സൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഒന്ന് ജസ്റ്റ് കൈ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ആ നെയ്ത്തൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ സെയിം രീതിയിൽ തന്നെ നമ്മൾ സെക്കൻഡ് റിങ്ങും ചെയ്തെടുക്കണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പോകുന്ന ഫെദേഴ്സ് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുവാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടതെന്ന് ഒരു റഫ് ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഈ ഓരോ ഫെദറും നമ്മൾ ഈ നൂലിലേക്ക് കെട്ടിയതിന് ശേഷം ഓരോ ബീഡ്സ് കോർത്തിട്ട് ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് ഈ ബീഡ് ഈ ഫെദറിലേക്ക് ഒട്ടിച്ചു കൊടുക്കുവാണ്. അതിനുശേഷം നമ്മൾ ഈ റിങ്ങിൽ എവിടെയാണോ ഇത് കെട്ടി കൊടുക്കേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുവാണ്. ഇനി ഓരോ ഫെദേഴ്സും നമ്മൾ ഈ സെയിം രീതിയിൽ തന്നെ കെട്ടിക്കൊടുത്തിട്ട് ബീഡ്സ് കോർത്തെടുക്കണം. നമ്മളപ്പം ഫസ്റ്റ് റിങ്ങിൽ ടോട്ടലായിട്ട് 5 ഫെദേഴ്സ് കെട്ടി കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് 2 ഫെദേഴ്സിൽ നമ്മൾ ഓരോ ബീഡും, പിന്നെ നെക്സ്റ്റ് 2 ഫെദേഴ്സിൽ നമ്മൾ ഈ 2 ബീഡും, പിന്നെ ലാസ്റ്റ് ഫെദറിൽ 3 ബീഡും തന്നെ നമ്മൾ സെക്കൻഡ് റിങ്ങും ചെയ്തെടുക്കണം. ആകെ ഉള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റിങ്ങിൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ബീഡ്സിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പം സെക്കൻഡ് റിങ്ങിൽ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ബീഡ്സിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവരേണ്ടത്. ഇനി 2 റിങ്ങും കറക്റ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷം ആ കറക്റ്റ് പൊസിഷൻ നോക്കി നമ്മൾ 2 റിങ്ങും കൂടി ഈ ഒരു രീതിയിൽ ഒരുമിച്ച് കെട്ടിക്കൊടുക്കണം. ഇങ്ങനെ 2 റിങ്സും ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് കുറച്ച് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് നമ്മുടെ ഈ റിങ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇളകി പോവാണ്ടിരിക്കാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ചെറിയ ഫെദേഴ്സ് വേണം. ആക്ച്വലി എൻ്റെ കയ്യിൽ ചെറിയ ഫെദേഴ്സ് ഈ സെയിം കളർ ഇല്ലാഞ്ഞതുകൊണ്ട് ഈ സെയിം സൈസിലെ ഫെദറിൻ്റെ ടിപ്പ് ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുത്തു. കുറച്ച് തിക്നെസ്സിന് വേണ്ടി വീണ്ടും കുറച്ച് ടിപ്പ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഔളിന് ഒരു ബീക്ക് വേണം. അതിനു വേണ്ടി ഞാനൊരു ഹാർട്ട് ഷേപ്പിലുള്ള ബീഡ് എടുത്തിട്ട് ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് കറക്റ്റ് പൊസിഷനിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഫൈനലായിട്ട് ഇത് ഹാങ് ചെയ്യാൻ വേണ്ടി ഒരു നൂലെടുത്ത് 2 റിങ്ങിലേക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഔൾ ഡ്രീം ക്യാച്ചർ ഇവിടെ ഫിനിഷായി. ഇത് വളരെ ഭംഗിയുള്ളൊരു ഡ്രീം ക്യാച്ചർ ഡിസൈനാണ്. കാസ്റ്റിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റിയൊരു ഡ്രീം ക്യാച്ചറാണ്. അപ്പോൾ ഡ്രീം ക്യാച്ചേഴ്സ് ഇഷ്ടമുള്ളവർക്കും ഡ്രീം ക്യാച്ചേഴ്സ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും ഒക്കെ ഈ ഒരു ഡിസൈൻ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം.
അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ മറ്റൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. അൺടിൽ ദെൻ ബൈ ഫ്രം JhillMill.